അപ്പം ജീത്തു സാർ ഇപ്പം നമ്മൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പം സാറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു മൂവി ഇറങ്ങുമ്പം ട്വിസ്റ്റ് ഇല്ലാതെ ഇപ്പം പറ്റാത്തൊരു അവസ്ഥയാണെന്ന് തോന്നുന്നു പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന്. അപ്പൊ ജീത്തു സാറിന്റെ മൂവിയാന്ന് കഴിഞ്ഞ സിനിമയോടുകൂടി മാറിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്ത് നടന്നാലും, പക്ഷേ ഞാൻ ശരിക്കും തന്നെ അതിനാ കഴിഞ്ഞ സിനിമ ചെയ്തത്. അത് എന്ത് നടന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പം സാറൊരു ഫാമിലി ആണെങ്കിലും എന്ത് ചെയ്താലും, കോമഡി പടം ചെയ്താലും സാറിന്റെ ഒരു മൂവി ഇറങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ട്വിസ്റ്റ് അനിവാര്യമായിട്ടാണെന്ന് തോന്നുന്നു പ്രേക്ഷകർ എടുക്കുന്നത്. അപ്പൊ അതൊരു എക്സ്ട്രാ ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ, അതൊരു ഇറിറ്റേഷൻ ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇറിറ്റേറ്റഡ് ആയിട്ടൊന്നും കാര്യമില്ല, ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ. ഞാൻ പിന്നെ വല്ലവരുടെ തലയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. ഞാനെന്തിനാ ഇറിറ്റേറ്റഡ് ആവുന്നത്? ഇറിറ്റേറ്റഡ് ഒന്നും ആയിട്ട് കാര്യമൊന്നുമില്ല. പല ഒരു ത്രില്ലർ സസ്പെൻസ് സിനിമകളൊക്കെ വരുമ്പോൾ ഞാൻ ഈ ചെയ്ത സിനിമകളിലൊക്കെ ട്വിസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും എനിക്ക് ആകപ്പാടെ ഞാൻ സർപ്രൈസ് ആയത് ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ സമയത്ത് ഒരു എന്നെ വിളിച്ചിട്ട് ചേട്ടൻ എന്താ ഇങ്ങനത്തെ പടം ഒരു ട്വിസ്റ്റും ഇല്ലത്. ഞാൻ പിന്നെ എൻ്റെ പരസ്യത്തിലുണ്ടായിരുന്നു നോ ട്വിസ്റ്റ് നോ സസ്പെൻസ് നോട്ട് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്നായിരുന്നു പരസ്യമായിരുന്നു. എന്നാലും സാറിന്റെ പടം അതിൻ്റെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ ചെയ്തു. അപ്പം ഞാൻ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ചില ജോണർ സിനിമകൾ വരുമ്പോൾ അതിനകത്ത് നിന്ന് ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇത് കൺഫ്യൂസിങ്ങാണ്. ഇത് ഇപ്പം നമ്മൾ ഓഡിയൻസ് അതിനകത്ത് പ്രതീക്ഷ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഷോർട്സും അല്ലെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ട്രെയിലർ കാണുമ്പോൾ ഇതൊരു ത്രില്ലർ സിനിമയുടെ എല്ലാ മൂഡും ഉണ്ട്. ഇതിനെ വേണേൽ ത്രില്ലർ എന്ന് വിളിച്ചു, പക്ഷേ എന്തായാലും അതിനകത്ത് ട്വിസ്റ്റും ഇതുള്ളതല്ല. ഇത് ഇമോഷണൽ ഒരു ക്രൈം ഡ്രാമ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റ്. അല്ല, ക്രൈം ഡ്രാമയാണ് കറക്റ്റ് ജോണർ. അത് കുറച്ച് ഇമോഷണലാണ്. അതാണ്. പിന്നെ പാക്കേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ സിനിമയിൽ നിന്ന് എല്ലാവരും ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനിനി സിനിമ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ, ചില റിസ്കി സിനിമകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഇതും സാക്ഷാത്കരിക്കാനായിട്ട് ഞാൻ വല്ലവരുടെ പൈസ എടുത്തിട്ട് കളിച്ച് അവരെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിരാശൊക്കെ ചെയ്തപ്പോഴും ഞാനിപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ മുകേഷ് ശർമ്മ അവരും പടം കണ്ടപ്പോൾ പറഞ്ഞു 50-50 ചാൻസ്, അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. പക്ഷെ ആ സിനിമ ഒരു നല്ല സിനിമ തന്നെയാണ്. അതിനകത്ത് ആൾക്കാർക്ക് കിട്ടിയ ഇമ്പാക്റ്റിനകത്ത് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മളത് ഫിനാൻഷ്യലി സേഫ് ആകുന്ന രീതിയിൽ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തു. ഒരു ഗാംബ്ലിംഗ് ആണ് അത് ചെയ്തു. അപ്പം അതുകൊണ്ട് ആ സൈഡിൽ എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇനിയും സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആൾക്കാരിനി അത് പ്രതീക്ഷിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് വരരുതെന്നോർത്ത് പറയുന്നതാണിത്. സാറിനെ സംബന്ധിച്ച് പേഴ്സണലി ഏത് കൈൻഡ് ഓഫ് മൂവീസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ? എന്തും പിടിക്കും. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നാലും നമ്മൾ എന്തും പിടിക്കും. അതിപ്പോ ഹൊറർ ആണെങ്കിലും കോമഡി സിനിമയാണേലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഏതൊരു ജോണർ ഹിസ്റ്റോറിക്കൽ എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ പിടിക്കും. ഞാൻ ഒന്നും ആലോചിക്കുന്നത് എൻ്റെ പുറത്തുനിന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് വന്നാൽ അത് ഡിഫറൻറ്റ്, വേറെ ഈ ത്രില്ലർ അല്ലാത്തതാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത്. അതിന് എൻ്റെതായ രീതിയിൽ അതിനൊരു പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു ആക്ടറിന് എല്ലാ തരത്തിലുള്ള വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ടർ ബേസിക്കലി ഞാൻ എന്നെ ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ കഥ പറയാം. അപ്പോൾ എല്ലാ വ്യത്യസ്തമായ കഥകൾ പറയണമെന്ന്, കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഇത് വന്നു. പക്ഷെ ഇപ്പം ഞാനൊരു 2-3 സിനിമകൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. അതിലൊരു എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്, അത് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. അത് ടോട്ടലി ഞാൻ ഇന്നവരെ എന്നിൽ നിന്ന് ഒരുപക്ഷെ ആരും അങ്ങനെ ഒരു ജോണർ പ്രതീക്ഷിക്കത്തേ ഇല്ല. അങ്ങനത്തെ ഒരു ജോണറാണ്. പക്ഷെ അത് സമയമെടുക്കും, കാരണം ഒത്തിരി പ്രിപ്പറേഷൻസ് വേണ്ട ഒരു സിനിമയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫിലിം ഈസ് ഹ്യൂജ്, പക്ഷെ അതിൻ്റെ ഒരു സെറ്റിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഡിനുവിന് ഏതൊരു കൈൻഡ് ഓഫ് മൂവീസ് ഒക്കെയാണ് കുറച്ചും കൂടെ എഴുതുമ്പോഴൊക്കെ കൂടുതലായിട്ട് വരുന്നത്? എങ്ങനത്തെ കഥകളൊക്കെയാണ് കൂടുതലായിട്ട് എഴുതാൻ? പേഴ്സണലി ഇമോഷണലി എന്നെ കണക്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഇമോഷണൽ ആണ്. ഞാൻ പെട്ടെന്ന് കരയും, പെട്ടെന്ന് എനിക്ക് വിഷമം വരും, എല്ലാം വേറൊരു എഴുതി വെച്ചെന്ന് പറയുന്നില്ല, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഈ എഴുതിയ ആളാണോ ആ സിനിമ ചെയ്തതെന്ന് ആ കഥ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്നോട് തോട്ട് പറഞ്ഞിരുന്നു. എൻ്റെ സ്കെച്ചസ് ഒക്കെ എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു പുള്ളി തന്നെ ചെയ്യേണ്ട സിനിമയാണ്. നല്ല ക്യൂട്ടൊരു സാധനം. അപ്പം പുള്ളിയും വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഇമോഷണലി എന്നെ കണക്ട് ചെയ്യുന്ന, നമ്മളെല്ലാവരും കണക്ട് ചെയ്യുന്ന സിനിമകൾ ചെയ്യാം. അതെ, നല്ല സിനിമ ഇനി അങ്ങനത്തെ ചെയ്യാവുള്ളൂ. കാരണം കൂതാശ ചെയ്തു, അതിനങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇതിപ്പോ വലതു ദിവസങ്ങളിൽ എഴുതി.
ഇനി ആൾക്കാർ പതുക്കെ മറ്റേ രീതിയിലേക്ക് ടാഗ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ആണ്. ഞാൻ ഒരു നല്ലൊരു സിനിമ ചെയ്യുക, നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് പേഴ്സണലി ആഗ്രഹം. ഉള്ളിലധികം കുറെ അധികം പ്രണയം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അടുത്ത റോംകോം ആവാം. ഭാര്യയോട് ഞാനും പിടിച്ചു പോയി. റോംകോം ഞാൻ റോംകോം എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. ഞാനിങ്ങനെ അടുത്ത റോംകോം ആണ്. അല്ല എഴുതി. പക്ഷെ എനിക്ക് അതിന്റെ പശ്ചാത്തലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. ചെറിയൊരു സിനിമയാണ്, വളരെ കൊച്ചു സിനിമയാണ്. അതിന്റെ ഒരു പശ്ചാത്തലം ഭയങ്കര രസമാണ്. അതാണ് സാർ മുമ്പേ പറഞ്ഞ മറ്റേ അതിന് എന്റെ സ്കെച്ച് ഇതൊക്കെ കാണിച്ചു. ഭയങ്കര രസം. അതിന്റെ പേരും രസം. അതൊന്നും ഇപ്പൊ പറയണ്ട. അത് ഭയങ്കര രസമാണ്. അത് നല്ല രീതിയിൽ എടുത്താൽ അതൊരു നല്ല ക്യൂട്ട് സിനിമയാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പം ഡിനുവിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കഥ എഴുതുകയാണ്. കഥ എഴുതി കഴിഞ്ഞപ്പം പലരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ കുറേ ഇംപ്രവൈസേഷൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പം നമ്മൾ എഴുതിയതായിരിക്കില്ല, ചിലപ്പം ഡയറക്ടേഴ്സിന്റെ ഇൻപുട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ഇൻപുട്ട് ഉണ്ടായിരിക്കാം. അപ്പം ഈ ഒരു സിനിമ നോക്കുമ്പോൾ വലതുവശത്തെ കളർന്ന് നോക്കുമ്പം എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ എന്നോട് മാത്രം ചർച്ച ചെയ്ത് എൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് എഴുതുന്നത്. സിനിമ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി എന്താ പറയുക, അതൊരു ടീം വർക്ക് തന്നെയാണ് ബേസിക്കലി. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ എഴുതി കഴിഞ്ഞൊരു സാധനം, ഒരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ അടുത്തോ പിച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ പെർസ്പെക്റ്റീവിലാണ് അവരിത് കാണുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ ഇൻപുട്സ് ഉണ്ടാകും, കുറേ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഈ വലതുവശത്തെ കളിൽ ഞാൻ എഴുതിയ ഒരു ടൈം ലൈൻ തന്നെ ഞാൻ എഴുതിയിരുന്നത് ഒരു ടൈം ലൈനിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് സാറിൻ്റെ ടീമിൽ നിന്ന് ഒരാളാണ് സതീഷ് ചേട്ടനാണ് ചോദിച്ചത്, നമുക്ക് ഇങ്ങനൊരു സതീഷ് ചേട്ടനെന്ന് തോന്നുന്നു ചോദിച്ചു, ഇങ്ങനൊരു സമയത്തിലേക്ക് അത് മാറ്റി കഴിഞ്ഞാൽ അത് ഭംഗിയാവില്ലേ? ആ സമയത്ത് സിനിമയുടെ ഒരു മുഖം തന്നെ കുറേ നമുക്ക് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ അതൊരു ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ഒരു കൂട്ടായ ഡിസ്കഷൻ. ഞാൻ ഓപ്പൺ ടു നമ്മളത് മറ്റുള്ളവർ എന്താണ് പറയുന്നത് അതിൽ നല്ല കാര്യങ്ങൾ എടുക്കാൻ. ബേസിക്കലി സാറും അങ്ങനെ തന്നെയാണ്. സാറ് ഈ സിനിമ സ്ക്രിപ്റ്റ് സാറിനെ ഏൽപ്പിച്ച് ഫൈനൽ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം സാറിനൊരു വിഷൻ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ, ഈ സീൻ ഇങ്ങനെയായിരിക്കും, ഈ സീൻ ഇങ്ങനെയായിരിക്കും. അതിൽ പിന്നെ സാറിന് അത്രയും സാറ് 100% കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് അതിൽ നിന്നൊരു വരി പോലും സാറ് മാറ്റി ചെയ്യുള്ളൂ. പക്ഷേ സാർ കൺവിൻസ്ഡ് ആണെങ്കിൽ സാർ അത് മാറ്റി ചെയ്യും. എപ്പോഴും നമ്മൾ അത് ഞാൻ സാറിൻ്റെ നിന്ന് പഠിച്ചാണ് സാർ, എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവുകൾ അവർ ചിലപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ മാത്രമേ എഴുതുക, അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ പെർസ്പെക്റ്റീവ് വരുമ്പോഴാണ് നമ്മുടെ ലോജിക് മിസ്റ്റേക്സും എല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ തിരുത്താൻ നമ്മൾ തയ്യാറാകാം. തീർച്ചയായും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, എനിക്ക് എത്രയും വിശ്വാസമുള്ള സുഹൃത്തുക്കളോട് ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് എന്താണ് തോന്നിയത്, അപ്പോൾ അവർ ചിലവരെന്നോട് പറയുമ്പോൾ ഡീൻ എനിക്ക് ഈ ഭാഗം വർക്കായില്ല, ഈ ഭാഗം വർക്കായില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും അവർക്ക് വർക്കാവാത്തത്. ഞാനത് എൻ്റെതായ രീതിയിൽ മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇംപ്രവൈസേഷൻ സിനിമയുടെ ഭാഗമാണ്, റീറൈറ്റിംഗ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില റൈറ്റേഴ്സ് അവരുടെ സ്ക്രിപ്റ്റ് വേറെ ആർക്കും വായിക്കാൻ ഷെയർ ചെയ്യാൻ കൊടുക്കില്ല എന്നുള്ളത്. അത് എനിക്കറിയില്ല, മേ ബി അവരുടെ കോൺഫിഡൻസ് ആയിരിക്കാം. പക്ഷെ അതത്ര നല്ലതാണോ എനിക്കറിയില്ല. ഞാനൊക്കെ വിശ്വസിക്കുന്നത് വായിച്ച് അത് കുറിച്ചൊന്ന് അതിൻ്റെ ഒപ്പീനിയനൊക്കെ എടുത്ത് അത് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്.